പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 23 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അതുപോലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം, ആമേൻ. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, നമുക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് നമ്മളെ നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. നാം സന്തോഷത്തോടെ ആനന്ദത്തോടെ ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആമേൻ. ആനന്ദത്തോടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക 74-ാം സങ്കീർത്തനത്തിൽ 71-ാം സങ്കീർത്തനം 14-ാം വാക്യം, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. എൻ്റെ വായ് ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ആമേൻ. ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ പ്രാർത്ഥനയിൽ എല്ലാവരും ഏകാഗ്രപ്പെട്ട്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നസ്രയനായ യേശുവിൻ നാമത്തിൽ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക. ആമേൻ ആമേൻ ആമേൻ. ഉന്മേഷമുള്ളവരായി തീരുക. ദൈവകൃപയിൽ ആമേൻ സൂക്ഷിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തും തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ, പുതിയ വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവേ, റിബല്യൻസ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ഹല്ലേലൂയ സ്തോത്രം, ദൈവിക വഴികളിൽ നിന്ന് മാറി നടക്കുന്നവരെ ഞങ്ങൾ അങ്ങനെ കൈകളിലേക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ റിബല്യൻ സ്പിരിറ്റിനെ ഞങ്ങൾ ഭർസിക്കുന്നു. അവർ മടങ്ങി വരട്ടെ ക്രിസ്തുവിലേക്ക്. അതുപോലെ കർത്താവേ, മറ്റു പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകളാൽ ഇന്ന് പ്രഭാതത്തിൽ കഴിയുന്നവരുണ്ട്. ആമേൻ. മാനസികമായ വ്യതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പൽക്കാലം ദൈവിക സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നു. ദൈവത്തിൻ്റെ സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് അവൻ നിറഞ്ഞു കവിയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇടപെട്ടിരിക്കുന്നതിന് നന്ദി കർത്താവേ. ലോകത്തെമ്പാട് നടക്കുന്ന കർത്താവിൻ്റെ വേലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനെ അയക്കണം. അളവ് കൂടാതെ നൽകുന്നവനാണല്ലോ അങ്ങ്. ഇന്ന് അഭിഷക്തന്മാർ ശക്തമായി ശുശ്രൂഷിക്കുവാൻ, ലോകവ്യാപകമായൊരു ഉണർവുണ്ടാകുവാൻ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നന്ദിയോടെ സ്തോത്രം. പുതിയ അനേക വേലക്കാർ ദിവസങ്ങൾ എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഇന്ന് നമ്മുടെ സഭായോഗവും ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം അങ്ങേക്കും, എല്ലാം മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പങ്കെടുക്കണം. ആരും തന്നെ മിസ് ചെയ്യില്ലേ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ധ്യാനിക്കാം. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഇന്ന് ഓർപ്പിക്കുന്നത്. പ്രോവർബ്സ് ചാപ്റ്റർ 19:2. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല,
തത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചു പോകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. ആമേൻ, ആമേൻ. അപ്പം അത് അറിവില്ലാത്ത മനസ്സ് നന്നല്ല. അപ്പം അറിവ് സമ്പാദിക്കണം. എന്തറിവാണ് നമുക്ക് വേണ്ടത്? ദൈവിക അറിവുകളെ സമ്പാദിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ദൈവത്തിൻ്റെ അറിവുകൾ ലഭിക്കും. പലപ്പോഴും അപ്പം പലരും പരാജയപ്പെട്ടു പോകുന്നത് പരിജ്ഞാനമില്ലായികയാലെന്ന് എൻ്റെ ജനം നശിച്ചു പോകുന്നു. അപ്പോൾ എന്ത് പരിജ്ഞാനമാവേണ്ടത്? ദൈവിക പരിജ്ഞാനം പ്രാപിക്കണം. ദൈവിക പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കണം, ദൈവവചനം കേൾക്കുന്നവരായിരിക്കണം, ദൈവവചനം പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായി മാറും? നമ്മൾ പരിജ്ഞാനമുള്ളവരായി മാറും. അടുത്തത് പറയാം, തത്രപ്പെട്ട് കാൽ വെക്കുന്നവൻ, ഹല്ലേലൂയ, പിഴച്ചു പോകുന്നു. അതായത് തിടുക്കത്തിൽ ഒരു കാര്യവും ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. ദൈവമക്കൾ തിടുക്കത്തിൽ ക്ഷമയില്ലാതെ പ്രവർത്തിക്കുവാൻ പാടില്ല. ക്ഷമയോടുകൂടെ വേണം ദൈവത്തിൻ്റെ മക്കൾ സകല കാര്യങ്ങളും ചെയ്യുവാൻ. നമുക്ക് ഈ ലോകത്തിൽ ഉള്ള സിസ്റ്റമാണ് വളരെ പെട്ടെന്ന് ചാടിക്കേറി ചെയ്യുക. ഒന്നാമത് പെട്ടെന്ന് മറുപടി പറയുക, തത്രപ്പെട്ട് മറുപടി പറയല്ലേ. വളരെ വളരെ വേഗത്തിൽ മറുപടി പറയാൻ പോകല്ലേ. പറയുന്നതിന് താമസവും കേൾക്കാൻ വേഗതയും വേണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മളോടൊരാൾ കോപിച്ചാൽ, നമ്മളോടൊരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നമ്മൾ തിരിച്ച് പെട്ടെന്ന് കോപിക്കുവാനോ ദേഷ്യപ്പെടുവാനോ പാടില്ല. നമ്മൾ അവിടെ ആത്മസംയമനം പാലിക്കണം. അത് ദൈവത്തിൻ്റെ വചനത്തിലെ വ്യവസ്ഥയാണ്. അത് ദൈവിക പരിജ്ഞാനമാണ്. നമ്മൾ നമ്മളവിടെ മിണ്ടാതിരിക്കണം. പെട്ടെന്ന് കയറി മറുപടി പറയും. ഒരാൾ നമ്മളോട് ഫോണിൽ കൂടെ നമ്മളെ വഴക്ക് പറയുക, അല്ലെങ്കിൽ നമ്മളോട് ദോഷമായിട്ട് സംസാരിക്കും, പെട്ടെന്ന് നമ്മൾ തിരിച്ചു പറയാൻ പോകരുത്. നമ്മൾ വേണമെങ്കിൽ ആ ഫോൺ അങ്ങ് വെച്ചിട്ട് പിന്നെ പറഞ്ഞാലും മതി. അല്ല, അവർ ഇങ്ങോട്ട് പിന്നീട് നമുക്ക് അവരെ വിളിച്ചു പറയണം. നമ്മുടെ മനസ്സിൽ തോന്നുന്നു, എന്നാൽ അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് അവരോട് സംസാരിക്കണം എന്ന് തോന്നിയാലും നമ്മൾ കഴിവുണ്ടെങ്കിൽ അത് പറയാതിരിക്കണം. നമ്മൾ സംയമനം പാലിക്കണം. തത്രപ്പെട്ടൊരു കാര്യം ചെയ്യില്ല. ഒരു തീരുമാനവും ജീവിതത്തിൽ പെട്ടെന്ന് എടുക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആലോചന പ്രാപിച്ച് ഏത് കാര്യവും തീരുമാനിക്കാവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ച് പിതാവിൽ നിന്നൊരു കൺഫർമേഷനിലാണ് കാര്യങ്ങൾ ചെയ്തത്. നമുക്കറിയാം, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ സീസൺ നോക്കി ഒരു രാത്രിക്കാലം മുഴുവനും പിതാവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആയിരിക്കണം. തത്രപ്പെട്ട് ഒരു കാര്യത്തിലും ഇമ്മീഡിയറ്റ്ലി വളരെ വേഗത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകരുത്. ദൈവസന്നിധി പ്രാർത്ഥിക്കുക, കർത്താവേ, ഇന്നൊരു കാര്യം വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇന്ന ബിസിനസ് തുടങ്ങുന്ന കാര്യം, അല്ലെങ്കിൽ ഇന്ന കാര്യം മേടിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്ന കാര്യം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൽ നിന്ന് ഒരു കൺഫർമേഷൻ മേടിക്കുക. അത് കൂടാതെ ഒരു കാരണവശാലും എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അവിടെയൊക്കെ എന്ത് വരാൻ സാധ്യതയുണ്ട്? പിഴച്ചു പോകാൻ, പരാജയപ്പെട്ടു പോകാൻ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവമക്കളും കർത്താവിൽ നിന്ന് ആലോചന പ്രാപിക്കും. നമുക്ക് ഏറ്റവും നല്ല ആലോചനയായി നമ്മുടെ കർത്താവുണ്ട്. ദൈവത്തോട് ചോദിക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക, എന്നിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാരണവശാലും ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടരുത്. ഒരു പ്രോപ്പർട്ടി ആരെങ്കിലും പറഞ്ഞത് നല്ലതാ, ഉടനെ എടുത്തങ്ങ് ചാടിയേക്കരുത്. അവിടെ നിൽക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് ആലോചന ചോദിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ്